called upon for the self-introduction. Contestant number 22, Dr. Adira Krishnan. മാന്യ സദസ്സിന് നമസ്കാരം. മുന്നോട്ട് എന്ത് എന്നറിയാതെ പതറി നിൽക്കുമ്പോഴും ചിരിയും ആത്മവിശ്വാസവും കൈവെടിയാതെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ എസ്പാനിയോ ഇവൻസിൻ്റെ ഈ മിസസ് കേരള വേദിയിൽ അരങ്ങേറുന്നു. ജനങ്ങളെ സേവിക്കാനും നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനും കഴിയുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം വഹിക്കുന്ന ഞാൻ പൊതുജനാരോഗ്യം എന്ന ബിരുദം നേടി ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആതിര കൃഷ്ണൻ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഒരു സ്ത്രീക്ക് അമ്മയും മകളും ഭാര്യയും ആകുന്നതിന് പുറമെ സാമൂഹിക പ്രതിബദ്ധത കൂടിയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ എല്ലാ സഹമത്സരാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. എന്നെ ഈ വേദിയിൽ എത്തിച്ച എല്ലാവർക്കും നന്ദി നേരുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്തതായി നിറഞ്ഞ കൈയടി നൽകി നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ടസ്റ്റന്റ് നമ്പർ 23, സരിത കെ. നമസ്കാരം, ഞാൻ കെ സരിത, പാലക്കാട് നിന്നും സ്വന്തം സ്വപ്നങ്ങളെ വിശ്വസിച്ച് വന്ന വ്യക്തി. 19ാമത്തെ വയസ്സിൽ വിവാഹിതയായപ്പോഴും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന എൻ്റെ സ്വപ്നത്തിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചു. വിവാഹിതയായ ഒരു സ്ത്രീയുടെ എല്ലാ കടമകളും ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചു. ഒപ്പം മത്സര പരീക്ഷകൾക്കും തയ്യാറെടുത്തു. 23ാമത്തെ വയസ്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റായി ഞാൻ പുറത്തിറങ്ങിയത് എൻ്റെ സ്വപ്നത്തിലേക്കായിരുന്നു, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി. ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ. എൻ്റെ പാഷനായ പെയിന്റിങ്ങും കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഒപ്പം തന്നെ ഞാൻ കൊണ്ടുപോകുന്നു. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചാൽ, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യാൻ തയ്യാറായാൽ, വിവാഹമോ മറ്റൊന്നുമോ അത് നേടിയെടുക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കും കൂടെ വില കൽപ്പിച്ചാൽ നമ്മുടെ പാഷനും നമുക്കൊപ്പം തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. എൻ്റെ മോളോടും മോനോടും ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രൊഫഷനും പാഷനും മാറ്റിവെച്ചു എന്നല്ല, പകരം ഫാമിലിയും പ്രൊഫഷനും പാഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ട്രോങ് അമ്മയായി അവർക്ക് റോൾ മോഡലായി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നു, എൻ്റെ അടുത്ത സ്വപ്നം നേടിയെടുക്കുന്നതിനായി. താങ്ക് യു വൺ ആൻഡ് ഓൾ. Thank you so much, Sarita. Inviting the next contestant of Electro Green Motors, Mrs. Kerala 2021, contestant number 24, Catherine Anna James. ബഹുമാന്യ സദസ്യരെ, 2020 എന്ന വർഷം എനിക്ക് മാറ്റങ്ങളുടെ വർഷമായിരുന്നു. തോൽക്കാൻ, പിന്മാറാൻ, ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കാൻ മനസ്സില്ല എന്ന് എന്നെ തീരുമാനിപ്പിച്ച് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും എന്ന് മനസ്സിലാക്കി തന്ന എല്ലാ തോൽവികൾക്കും തിരിച്ചടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ പോലെ തന്നെ ഇന്നലകളിലെ തന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രചോദനമാകും എന്ന വിശ്വാസത്തോടെ കേരളത്തിന്റെ അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്നും ഞാൻ കാതറിൻ ആൻഡ് ജെയിംസ്. സംഗീതവും നൃത്തവും സാഹിത്യവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെന്റിസ്റ്റാണ്. ഇംഗ്ലീഷിൽ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിതയുണ്ട്, ദ റോഡ് നോട്ട് ടേക്കൺ. മുന്നോട്ടേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അതിൽ അവസാന വരികൾ ഇങ്ങനെയാണ്: 2 roads diverged in a wood and I took the one least traveled by, and that had made all the difference. Thank you. Our next contestant number 25, Dr. Abida Prashant. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ കുപ്പുകൈ. ഞാൻ മിസ്സിസ് അബിത, തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ധൈര്യത്തോടെ ജീവിക്കുക, കഠിനമായി അധ്വാനിക്കുക, ലക്ഷ്യത്തിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാതിരിക്കുക. കർമ്മം കൊണ്ട് ഞാനൊരു ഡോക്ടറാണ്. ഈ കൊറോണ കാലത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് മലയാള മനോരമയിലും ദ ഹിന്ദുവിലും ഫീച്ചറായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു ഡോക്ടർ എന്നതിലുപരി എന്നെ ഒരു മികച്ച വ്യക്തിയാക്കി മാറ്റുവാൻ സഹായിക്കുന്നതെന്തും ചെയ്യുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ പ്രായത്തിലുള്ള എൻ്റെ ബുള്ളറ്റ് പഠനവും. കൂടാതെ ഞാൻ ഇന്നിവിടെ ഒരു പേജന്റിൽ നിൽക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നമ്മളൊരു പുതിയ കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ വളരെയധികം എതിരഭിപ്രായങ്ങൾ വരും. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടുക തന്നെ വേണം. ഇന്ന് ഞാനിവിടെ ഒരു പേജന്റായി നിൽക്കുമ്പോൾ ഇത് കാണുന്ന അനേകം വീട്ടമ്മമാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വീട്ടമ്മമാരെ സ്വപ്നം കാണുവാനും അത് സാക്ഷാത്കരിക്കുവാൻ അവരുടെ കൂടെ നിൽക്കുകയും വേണം. ചിറക് വിരിച്ച് പറക്കുവാൻ അവരെ അനുവദിക്കുക. ഇതാണ് എനിക്ക് ഈ സമൂഹത്തിന് നൽകുവാനുള്ള സന്ദേശം. നമ്മൾ ആരാണ്, എന്താണ്, നമ്മുടെ ഉദ്യോഗം, പ്രായം, സൗന്ദര്യം, ഇതൊന്നും നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കുവാൻ തടസ്സമല്ല. നന്ദി. Thank you so much, Dr. Abida. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു contestant number 26, അപർണ ആനന്ദ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ എന്ത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അത് നിങ്ങളെ തേടി വരും. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഐ ബിലീവ് യു ഗെറ്റ് വാട്ട് യു വർക്ക് ഫോർ, നോട്ട് വാട്ട് യു വിഷ് ഫോർ. നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല. നമസ്കാരം, ഞാൻ അപർണ, ആലപ്പുഴ സ്വദേശിയാണ്. ഭർത്താവ് ഗോപാൽ, 2.5 വയസ്സുള്ളൊരു മകനുണ്ട്, പ്രണവ്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു അഭിഭാഷകയാണ്, അധ്യാപികയാണ്, ഒരു ആർജിയാണ്.
മാത്രമല്ല ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായും പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ഫോർ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ. എൻ്റെ പാഷൻ നൃത്തമാണ്. ക്ലാസിക്കൽ ഡാൻസിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്കൂൾ കാലഘട്ടങ്ങളിൽ പലതവണ കലാതിലകമാകാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളായി മാത്രം വെക്കാതെ അതിനുവേണ്ടി സധൈര്യം മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. And it's my dream that one day I want to represent India on an international platform. And here I am, taking my baby steps to reach my final goal. Thank you. Thank you so much. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു contestant number 27 ഹരിത T. മാന്യ സദസ്സിനെ എൻ്റെ വന്ദനം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഈ വരികൾ എനിക്ക് എന്നും ഒരു പ്രചോദനമായിരുന്നു. ഞാൻ ഹരിത, കോഴിക്കോട് നിന്നും വരുന്നു. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യും. കരിയറിലും ജീവിതത്തിലും വിജയിക്കാൻ കഴിഞ്ഞ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. ജീവിതം സമ്പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ സമൂഹത്തിന് കൂടെ നന്മ ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ഒരു ഇൻഫ്ലുവൻസറായും മോട്ടിവേഷണൽ സ്പീക്കറായും എൻ്റെ ജീവിതം എൻ്റെ ജോലിയോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ വേദിയിൽ നിൽക്കുന്നതോടൊപ്പം എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും എന്നുകൂടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much ഹരിത. അടുത്തതായി നല്ലൊരു കൈയടി നൽകി സ്വാഗതം ചെയ്യാം contestant number 28 വീണ ദീപക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ ദീപക്. ഞാൻ ഈ ആലപ്പുഴ ജില്ലയിലെ കുഞ്ഞു ഗ്രാമമായ പുന്നപ്രയിൽ നിന്ന് വരുന്നു. നിരന്തരമായ പ്രതിസന്ധികളും മോശം സാഹചര്യങ്ങളും ക്ഷമയോടെയും സഹനത്തോടെയും പൊരുതി തിളക്കം വെച്ച് ഒരു കുപ്പായമണിഞ്ഞ നേഴ്സാണ് ഞാൻ. ദുരിതം നിറഞ്ഞ ഈ കോവിഡ് കാലത്ത് രോഗങ്ങളും ക്ലേശങ്ങളും കൺമുമ്പിൽ കണ്ട് സ്വന്തം പ്രശ്നങ്ങൾ വരെ മറന്ന് രോഗികൾക്ക് സാന്ത്വനവും സമാധാനവും പ്രതീക്ഷയും നൽകാനായി എന്നത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നു. സൗന്ദര്യം എന്നത് ഒരു സ്ത്രീയുടെ ബാഹ്യമോടികളിലോ നിറത്തിലോ ഒന്നും ഒതുങ്ങേണ്ട കാര്യമല്ല. അത് കാണേണ്ടത് അവളുടെ വ്യക്തിത്വത്തിലും ആത്മവിശ്വാസത്തിലും ദൃഢനിശ്ചയത്തിലുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ എന്നെ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തിയാക്കിയ എൻ്റെ മാതാപിതാക്കളെയും അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാത്തിലും ഉപരി ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ ജീവിത പങ്കാളിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ മകനെയും ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ശുഭനിധി നേരുന്നു. ഒപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. ഈ സമയം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നെക്സ്റ്റ് contestant number 29 സഹീന M. നമസ്കാരം. പറന്നുയരുന്ന പക്ഷികൾക്ക് വിശ്വാസം അവയുടെ കരുത്തറ്റ ചിറകുകൾ ഉണ്ട് എന്നതാണെങ്കിൽ പുതിയ യാത്ര തുടരുന്ന എൻ്റെ വിശ്വാസം തളരാത്തൊരു മനസ്സ് എനിക്കുണ്ട് എന്നതാണ്. ഞാൻ സഹിന, തിറകളുടെയും തെയ്യങ്ങളുടെയും നാടായ കണ്ണൂരിൻ്റെ സ്വന്തം മകളും മരുമകളും. ബോഡി ഷേമിങ് അതൊരുപാട് അനുഭവിച്ചിട്ടുള്ള കുട്ടിക്കാലമായിരുന്നു എൻ്റെ. അതിനെല്ലാം തുടക്കം കുറിച്ചത് എൻ്റെ അധ്യാപകൻ. ഉൾവലിഞ്ഞു പോകുമായിരുന്ന എന്നെ ഒന്നിനു വേണ്ടിയും പുറകോട്ട് വലിയാതെ കരുത്തോടെ മുന്നോട്ട് കുതിക്കണമെന്ന് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനും അമ്മയും. ഒരു അധ്യാപകൻ എങ്ങനെയാവരുത് എന്ന് എനിക്ക് കാണിച്ചു തന്ന ആ അധ്യാപകന് മുന്നിൽ നല്ലൊരു അധ്യാപികയായി മാറുക എന്നതായി പിന്നീടുള്ള എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ നല്ലൊരു അധ്യാപികയായിരുന്നു. നിന്റെ സ്വപ്നങ്ങളിൽ എന്നും ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവും മകളും, എനിക്കെല്ലാ പിന്തുണയും നൽകുന്ന എൻ്റെ കുടുംബവും ഭർത്താവിൻ്റെ കുടുംബവും, എല്ലാവർക്കും ശുഭസായം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you so much. And now, ladies and gentlemen, we are moving on to the big threes. Contestant number 30 on stage, Ansu Sabu. നമസ്കാരം. ഞാൻ അൻസു സാബു, കൊച്ചിക്കാരിയാണ്. ഞാനൊരു എഞ്ചിനീയറും കൂടിയാണ്. തന്റെ ആത്മകഥയ്ക്ക്
എന്റെ കഥ എന്ന് പേര് നൽകിയ കമലാ സുരയ്യ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്റെ ജീവിതം മറ്റൊരാളുടെ അല്ല, എന്റെ മാത്രം താല്പര്യങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഒരു കഥയാണ്, ഞാൻ എഴുതിയ കഥയാണ് എന്ന് പറയാൻ അവർ എത്രമാത്രം ആർജവം ഉൾക്കൊണ്ട് കാണണം. എന്റെ സ്വപ്നങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയുടെ മനോഹരമായ ഒരു അധ്യായമാണ് ഈ വേദി. ഞാൻ എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ ആഗ്രഹിക്കുന്നു. വിവാഹം എന്ന അധ്യായത്തിൽ തട്ടി തടഞ്ഞു വീഴേണ്ടതല്ല, മറിച്ച് അവിടെ നിന്നും ലഭിക്കുന്നവരെ കൂടെ കൂട്ടി അതിലും മനോഹരമായ അധ്യായങ്ങളിലേക്ക് പറന്നുയരേണ്ടതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് ഓരോ സ്ത്രീക്കും തോന്നുവാനുള്ള പ്രചോദനം. എവിടെയോ വായിച്ചു കേട്ടതുപോലെ ഞാൻ എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന സമ്മാനം എന്നെ തന്നെയാണ്. ഞാനെന്ന കൗമാരക്കാരി സ്വപ്നം കണ്ട എന്നെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Inviting contestant number 31, Smita Menon on stage. Good afternoon, ladies and gentlemen. I am Smita Menon, a resident of Royal Town, Tripunithra, an HR by profession in an automobile showroom in Kochi. My small family consists of 4-year-old son and husband. I thank God for giving me an opportunity for this platform in spite of pandemic situation and hurdles we all faced. It's not about winning or losing. It's all about doing something that gives you more confidence and involves in something that boosts your mind and soul. And thank you for giving me the opportunity to express in this platform. Thank you so much. Thank you. Thank you, dear. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു contestant number 32, Ashley Anthony. നമസ്കാരം, ഞാൻ ആഷ്ലി. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളമാണ് എൻ്റെ സ്വദേശം. കർമ്മം കൊണ്ട് ഞാൻ ഒരു അധ്യാപികയാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അക്കാഡമി സൈപ്ലസ് എന്ന പേരിൽ ഒരു എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു ചുരുങ്ങിയ കാലയളവിൽ ജീവിതമാകുന്ന യാത്രയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടാറുണ്ട്, ഇടയ്ക്കെങ്കിലും പരാജയപ്പെടാറുണ്ട്, മറ്റു ചിലപ്പോൾ പരിഹസിക്കപ്പെടാറുണ്ട്. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ട് താഴ്ചയിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തയായ ഒരു ജീവിത പോരാളിയാണ് ഞാൻ. എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, എൻ്റെ കടമകൾ മറക്കാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ എൻ്റെ കടമകളുടെ പേരിൽ സ്വപ്നങ്ങളെ ത്യജിക്കാനും, ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും ആത്മവിശ്വാസത്തെ തേരിലേറി മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് ഈ ലോകത്തോട് ഉറച്ച് ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയാനാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. അതെ, ഈ ജീവിത പോരാട്ടം എന്നോട് തന്നെയാണ്. എൻ്റെ അപൂർണതകളെ തിരിച്ചറിഞ്ഞ് എൻ്റെ പൂർണ്ണതയിലേക്ക് മുന്നേറാൻ ഇന്ന് ഈ വേദിയിൽ മാറ്റുരയ്ക്കുന്ന എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Ashley. Now, ladies and gentlemen, let's move on to double 3. Contestant number 33, Donna James. World's rarest crowns aren't made of rhinestones, but are made of rarest gems ever known. Discipline, determination, and very hard to find alloy called courage. Good evening, ladies and gentlemen, respected judges. I'm Donna James from the capital and evergreen city, Trivandrum of God's own country, Kerala. I'm 31 years old, 5'7", an engineering graduate who got passionate with HR profession. The meaning of my name, Donna, is women, and it is just the right name given to me by my beloved parents. I am the proud mother of my lovely 3 children. Thank you so much. Enjoy the evening. Thank you. Thank you so much, dear. Inviting our next contestant, contestant number 34, Steffi Rose. നമസ്കാരം, എൻ്റെ പേര് സ്റ്റെഫി റോസ് ജോസഫ് അർജുൻ. ജന്മസ്ഥലം കാസർഗോഡ് ആണെങ്കിലും ഒരു സൈനികന്റെ മകളായ ഞാൻ വളർന്നത് ഇന്ത്യയിൽ ഉടനീളമാണ്. പക്ഷേ മലയാളി ആയതിൽ ഞാൻ എന്നും അഭിമാനിച്ചു. വിവാഹമല്ല, വിവേകവും സാമ്പത്തിക ഭദ്രതയുമാണ് സ്ത്രീയുടെ മുതൽക്കൂട്ട് എന്ന പാഠം അമ്മയിൽ നിന്നും ഉൾക്കൊണ്ട് അറിവിനെ സ്നേഹിച്ച ഞാൻ പ്രശസ്തമായ IIM-ൽ നിന്നും MBA നേടി ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്യുന്നു. ഒരു ഇ-കൊമേഴ്സ് സംരംഭക കൂടെയാണ് ഞാൻ. സ്വപ്ന സാക്ഷാത്കാരങ്ങളിലൂടെ ജീവിതത്തെ പ്രണയിക്കുന്ന എന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന
ഉറ്റ സുഹൃത്തായ ഭർത്താവാണ് എൻ്റെ കരുത്ത്. എൻ്റെ ജീവിത വിജയമാണ് സ്ത്രീ സമൂഹത്തിന് എനിക്ക് നൽകാവുന്ന പ്രചോദനം എന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രതിസന്ധികളിൽ തളരാതെ എൻ്റെ കുടുംബത്തോടൊപ്പം ഇനിയും പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട്. നന്ദി. Thank you so much, Steffi. Inviting contestant number 35, Babina Prashant on stage. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബബിന പ്രശാന്ത്. ചരിത്രപ്രധാനമുള്ള മലബാറിന്റെ പാരമ്പര്യ മഹിമയും ആതിഥ്യം മര്യാദയും മതസൗഹൃദത്തിന്റെയും നാടായ മലപ്പുറം ജില്ലയാണ് എൻ്റെ സ്വദേശം. Thank you so much. Moving on to our next contestant. Contestant number 36, Mini Jairaj. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് എൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സ്വാതിൻ്റെയും സൗഹൃദത്തിൻ്റെയും നാടായ മലപ്പുറത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടെ ഞാൻ വളരെ സന്തോഷവതിയാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. ഭർത്താവ് ഫെമിർ ഷാ, മകൾ മുസ്കാൻ ഷാ അടങ്ങിയ എൻ്റെ കരുത്താണ് എൻ്റെ കുടുംബം. ബാംഗ്ലൂരിൽ ഉദ്യോഗ സംബന്ധമായി താമസമാക്കിയ ഞാൻ ഒരു സംരംഭക കൂടെയാണ്. ഭർത്താവിനൊപ്പം ഒരു IT കമ്പനിയും എൻ്റെ സുഹൃത്തിനൊപ്പം ഒരു ഡിസൈനർ സ്റ്റോറും ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഒരു മകളായി, ഒരു സഹോദരിയായി, ഒരു അമ്മയായി, ഒരു ഭാര്യയായി എല്ലാ നിലയിലും പൂർണ്ണ സംതൃപ്തിയോടെ ഇന്നിവിടെ ഞാൻ എത്തി നിൽക്കുന്നത് 2021 മിസ്സസ് കേരള വേദിയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനാണ്. ഈ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഗുരുജനങ്ങളെയും ഞാൻ ഓർക്കുന്നു. എല്ലാ കണ്ടസ്റ്റൻസിനും വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Ladies and gentlemen, let's welcome our next contestant on stage. Contestant number 37, Limna Anil. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിംന, തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിൻ്റെ പുത്രി. എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് എൻ്റെ കുടുംബമാണ്. വിവരണമായ ആകാശം ഞാൻ കാണാറുണ്ട്. അവിടെ ഭാവനയുടെ തൂലികയാൽ വർണ്ണചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് സാധിക്കും. ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദവും കൃഷിവകുപ്പിലെ ജോലിയും കൂടാതെ സംഗീതവും നൃത്തവും നാടകവുമെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ ചിലത് മാത്രമാണ്. കൂടാതെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി സ്വന്തം സ്വപ്നത്തിലേക്ക് പറക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർ നടന്ന വഴിയിലൂടെ നടക്കാറില്ല. സ്വന്തമായി ഒരു വഴി തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വെള്ളി വെളിച്ചത്തിൽ നിങ്ങളുടെ ഓരോരുത്തരെയും മുന്നിൽ നിന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കുവാനും സംസാരിക്കുവാനും ചിരിക്കുവാനും എനിക്ക് സാധിക്കുന്നത് എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നുള്ള വിശ്വാസമാണ്. നന്ദി, നമസ്കാരം. Thank you so much. Judges, അടുത്തതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരുന്നു contestant number 38, Ashwati R. ഇവിടെ അത്ഭുതങ്ങളുണ്ട്, പരാതികളുണ്ട്. ഞാൻ അത്ഭുതങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യമായി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന എസ്പാനിയോ ഇവന്റ്സിനും ഒപ്പം എല്ലാ പിന്തുണയും നൽകുന്ന എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ കോട്ടയ്ക്കലിൽ നിന്നും BAMS ബിരുദം നേടി കലയോടുള്ള അതിയായ അഭിനിവേശവും മറ്റുള്ളവരെ മനസ്സിലാക്കാനും കേൾക്കാനുമുള്ള കഴിവ് എന്നെ സൈക്കോതെറാപ്പിയിലേക്കും കോച്ചിങ് മേഖലയിലേക്കും നയിച്ചു. ഇന്ന് സ്ത്രീ സമൂഹത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ സ്ത്രീകളെ ശാരീരികമായും മാനസികമായും വൈകാരികമായും ആരോഗ്യത്തിലൂടെ അവരുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളി അത് നമ്മുടെ ശരീരവും അതിനോട് ചേർന്ന മനസ്സുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ മഹനീയമായ വേദിയിൽ നിൽക്കുമ്പോൾ പറയാനുള്ളത് ഒന്നു മാത്രം: നമുക്ക് ചുറ്റും പരിമിതികൾ ഉണ്ടാക്കുന്നത് മറ്റാരുമല്ല, അത് നാം തന്നെയാണ്. അവയെ മറികടക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ ജീവിതത്തിലെ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. നന്ദി. Thank you so much. അടുത്തതായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു contestant number 39, Ashwarya BG. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഐശ്വര്യ. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ മകളും കോട്ടയത്തിന്റെ മരുമകളുമാണ് ഇന്ന്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായ ഞാൻ ഇന്ന് IT മേഖലയിൽ ഒരു കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു. ഇൻഫ്ലുവൻസർ ആകാൻ ആഗ്രഹിക്കുന്ന എനിക്ക് മിസ്സിസ് കേരളയുടെ ഈ വേദി തന്റെ കാഴ്ചപ്പാടുകളെയും സേവനത്തെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലുള്ള എന്റെ 4 വർഷത്തെ സേവനം പല ജീവിതങ്ങളെ തൊട്ടറിയുവാനും അവരുടെ കണ്ണീരൊപ്പാനും ഒരു അവസരം നൽകി. പണത്തിനോ അധികാരത്തിനോ തരാൻ സാധിക്കാത്ത ഒരു തരം ആത്മസംതൃപ്തിയായിരുന്നു എനിക്കതിൽ നിന്ന് ലഭിച്ചത്. ഈ ആവേശം യൂണിസെഫിന്റെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ക്ഷേമ പദ്ധതിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ എന്നെ പ്രേരിപ്പിച്ചു. വിവാഹിതരായ സ്ത്രീകളുടെ പ്രതിനിധിയായി ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം എന്റെ ജീവിതത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ തന്നെയാണ് എന്ന തിരിച്ചറിവാണ്. എന്നാൽ ഈ അവസരം നിഷേധിക്കപ്പെട്ട എന്റെ സഹോദരിമാർക്ക് ഇതൊരു പ്രോത്സാഹനമായാൽ അത് തന്നെയായിരിക്കും ഈ വേദിയിൽ എനിക്ക് കിട്ടുന്ന ആദ്യ കിരീടം. നന്ദി, നമസ്കാരം. Thank you, dear. Calling on stage next for the self-introduction, contestant number 40, Sharon. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരങ്ങളുടെ നാടുമായ തൃശ്ശൂരിന്റെ മകളും വശ്യമനോഹരമായ ഗ്രാമീണ സൗന്ദര്യമുള്ള പാലക്കാടിന്റെ മരുമകളുമാണ് ഞാൻ. എൻ്റെ പേര് ഷെറിൻ മുബീൻ. സ്വപ്നങ്ങൾ കാണുക, ചിന്തിക്കുക, അവ പ്രാവർത്തികമാക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സ്വന്തമായ വ്യക്തിത്വവും ആത്മവിശ്വാസവും കൊണ്ടാണ് എന്നിലെ ശ്രീതത്തെ ഞാൻ അലങ്കരിച്ചിരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ഏതുമായാലും സന്തോഷത്തോടു കൂടിയും എൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കലാകായിക വേദികൾ എനിക്കെന്നും ഒരു ഹരമായിരുന്നു. കുടുംബിനി എന്ന മഹത്തായ സ്വപ്നത്തോടൊപ്പം ദുദ്യോഗത്തോടൊപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിക്കുന്ന നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യാപികയായാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. പാതി വഴിയിൽ വിദ്യാഭ്യാസം നിന്നുപോയ വീട്ടമ്മമാർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഒരു കൈത്താങ്ങായി ഒരു കൂട്ടായ്മ മിസ്സിസ് കേരള 2021 എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിലെ നന്മകളും കഴിവും തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഏവരെയും ഞാൻ നമിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. Thank you so much. അടുത്തതായി Electro Green Motors Mrs. Kerala 2021 അവസാനത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. Please welcome contestant number 41, Shiny Anish. എൻ്റെ പേര് ഷൈനി അനീഷ്. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനവും അറബിക്കടലിൻ്റെ രാജകുമാരനുമായ കൊല്ലം ജില്ലയാണ് എൻ്റെ ജന്മസ്ഥലം. എൻ്റെ ഏതൊരു ആഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഭർത്താവ് അനീഷ്, മകൾ അലംകൃത അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എണ്ണിയാൽ തീരാത്ത സ്വപ്നങ്ങളുമായി കൂട്ടുകൂടിയിട്ട് ഇന്നേക്ക് 25 വർഷം. ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് പോകുവാനും നേടുവാനും എന്നുള്ള ദൃഢനിശ്ചയമാണ് എന്നെ ഈ വേദിയിൽ എത്തിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട കുട്ടികൾക്ക് ഒരമ്മ വൃക്ഷമായി തണലായി നല്ല വിദ്യാഭ്യാസം നൽകുവാനുമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നു: വിജയിക്കാൻ കരുത്തുണ്ടെങ്കിൽ പരാജയം എന്നെ പിന്തള്ളുകയില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ 41 വനിതാ രത്നങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. 41 ഗ്രേറ്റ് ലേഡീസ്, 41 inspiring stories. So ladies and gentlemen, once again, can we have a huge round of applause for these amazing, confident, beautiful women. Thank you, thank you, thank you so much. And now we are moving on to a milestone moment in the history of Mrs. Kerala. Mrs. കേരളയുടെ ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് ഈ സമയം നമ്മൾ പ്രവേശിക്കുന്നത്. Here we present the face of Mrs. Kerala. ചരിത്രത്തിൽ ആദ്യമായി ഇതാ മിസ്സസ് കേരളയുടെ മുഖം, മിസ്സസ് കേരളയുടെ ബ്രാൻഡ് അംബാസിഡറിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. Requesting Dalu sir to kindly do the honors. The sash will be adorned by Ranjini and the memento will be given by Anwar sir. Yes, ladies and gentlemen, here we have the official brand ambassador of Mrs. Kerala, Mrs. Sajana Salim. Thank you so much. Requesting Ranjini to kindly adorn our brand ambassador with the sash. Ladies and gentlemen, വലിയൊരു കൈയടി നൽകി ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാവാം.
presents Electro Green Motors Mrs. Kerala 2021. ഫാമിലിയും പാഷനും ഒരേപോലെ ബാലൻസ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുന്ന 41 താരങ്ങളെ വീണ്ടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. Ladies and gentlemen, it's time for us to welcome back the beautiful 41 contestants on the ramp. But this time, they'll be taking the ramp in beautiful western gowns. Ladies and gentlemen, നിറഞ്ഞ കൈയടിയോടെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം the 41 amazing finalists.